ആമേൻ, 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 ആമേൻ. പരിശുദ്ധാത്മാവിൽ വളരെ സന്തോഷിക്കുന്ന നിങ്ങളെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുന്നവർ മാത്രം കരങ്ങളൊന്ന് ഉയർത്തി ഒന്ന് പ്രതികരിക്കാമോ? പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുന്നവർ. ആമേൻ. ആ പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുന്ന നിങ്ങളോട് കൂടെ ചേർന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്തിനെ നിങ്ങൾക്ക് നൽകുവാൻ പരിശുദ്ധാത്മാവ് എന്നെ അനുവദിച്ച, ഒരുക്കിയ, നിയോഗിച്ച ദൈവസ്നേഹത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഒരു വലിയ ദൈവസാന്നിധ്യമാണ് അനുഭവിച്ചത്. ഈ ദൈവസാന്നിധ്യം ആരംഭത്തിൽ തന്നെ നമുക്കത് അനുഭവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒയ്യോ അതൊട്ടും തന്നെ ഒരു ചെറിയ കാര്യമല്ല. ദൈവസാന്നിധ്യം ആരംഭത്തിൽ തന്നെ അനുഭവിക്കാൻ കഴിയുക ഒട്ടും ചെറിയ കാര്യമല്ല. ഞാൻ നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. നമ്മൾ ദൈവസാന്നിധ്യം ആരംഭത്തിൽ അനുഭവിക്കാൻ കഴിയുക ഒട്ടും ചെറിയ കാര്യമല്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയുക ഒട്ടും ചെറിയ കാര്യമല്ല. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഈ നമ്മുടെ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചു, എന്തൊക്കെയോ ആത്മമണ്ഡലത്തിൽ നടന്നു എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുക ഒട്ടും ചെറിയ കാര്യമല്ല. ഇങ്ങനെ ചെറിയ കാര്യങ്ങളല്ലാത്ത വലിയ കാര്യങ്ങളെ പഠിക്കാനാണ് പരിശുദ്ധ ആത്മാവ് നമ്മെ ഇന്നത്തെ ഈ സമയത്തിൽ അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ കീഴിൽ ഒരു 40-45 മിനിറ്റ് ദൈവം നമ്മളെ പിടിച്ചിരുത്തിയിരിക്കുന്നത്. ഒത്തിരി വലിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിച്ച്, ചെറിയ കാര്യങ്ങളാണ്, വലിയ കാര്യങ്ങളെന്ന പോലെ നമ്മളതിനെ ചിന്തിച്ച് അസ്വസ്ഥപ്പെടുകയും ആശങ്കപ്പെടുകയും ഒക്കെ ചെയ്തിരിക്കുന്നതിൻ്റെ നടുവിൽ വളരെ വലിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ, ചിന്തിക്കാൻ, അതിൽ നിന്ന് നമ്മൾ ഗ്രാസ്പ് ചെയ്തെടുക്കുന്നത്, അതിൽ നിന്ന് നാം റിസീവ് ചെയ്യുന്നത് വെച്ച് ഒരു ജയാളിയായി മുൻപോട്ട് പോകാൻ ഒരു 40-45 മിനിറ്റ് കർത്താവ് നമ്മളെ ഇരിക്കാൻ ആവശ്യപ്പെടുന്നു. വളരെ താല്പര്യത്തോടെ, വളരെ പ്രാർത്ഥനയോടെ, താഴ്മയോടെ, എളിമയോടെ, വിനയത്തോടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ ജീവനുള്ള വചനത്തെ നമുക്ക് കേൾക്കാം. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും ഒക്കെ വളരെ പ്രാർത്ഥനയോടെ ജോയിൻ ചെയ്യുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾക്ക്, നിങ്ങളുടെ നല്ല പ്രോത്സാഹനങ്ങൾക്ക്, നിങ്ങളുടെ നല്ല സഹായത്തിന് എല്ലാം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. എൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ഈ കൂട്ടായ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി എല്ലാം ഞാൻ നന്ദി പറയുന്നു. ആമേൻ. കർത്താവ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ വിശ്വസ്തതയ്ക്ക്, നിങ്ങളുടെ ഈ സഹകരണത്തിന്, നിങ്ങളുടെ സ്നേഹത്തിന് അവിടുന്ന് പ്രതിഫലം നൽകും, മാനിക്കും എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ്. ദുഃഖം മാറി സന്തോഷം വരുന്നൊരു ദിവസമാണിന്ന്. ദുഃഖം മാറി സന്തോഷം വരുന്നൊരു ദിവസമാണ്. ജീവിതത്തിൽ ദുഃഖങ്ങളില്ലാത്ത മനുഷ്യരില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ബൈബിൾ തരുന്ന ഒരു ഗൈഡ് ലൈൻ പ്രകാരം ചിന്തിക്കുമ്പോൾ ദുഃഖം മാറി സന്തോഷം വന്ന ഒരു കൂട്ടരെ തിരുവെഴുത്ത് നമ്മെ കാണിച്ചു തരുന്നു. മാനുഷികമായി ചിന്തിക്കുമ്പോൾ ദുഃഖം മാറിയിട്ട് സന്തോഷിച്ച ആരെയും നമുക്ക് മാനുഷികമായി കാണാൻ പറ്റത്തില്ല. കാരണം അവർക്ക് എത്ര സന്തോഷം ഉണ്ടെങ്കിലും അവർ ദുഃഖങ്ങളെ പേറി അല്ലെങ്കിൽ ദുഃഖങ്ങളെ വഹിച്ച് നടക്കുന്നവരാണ്. അവർക്ക് സന്തോഷിക്കാൻ വകയുണ്ടെങ്കിലും മുഖത്ത് ദുഃഖത്തിൻ്റെ ഭാരം കയറ്റി നടക്കുന്ന ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ഒത്തിരി ദുഃഖങ്ങളുണ്ടെങ്കിലും ഒരല്പം സന്തോഷിക്കാൻ ഒരവസരം കിട്ടിയാൽ ആ ദുഃഖം അപ്പാടെ മാറ്റി മുഖത്ത് നല്ല പ്രകാശത്തോടെ ജീവിക്കുന്ന മനുഷ്യരും നമുക്ക് ചുറ്റുമുണ്ട്. അതൊരു കൃപയാണ്. അങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയുക, അങ്ങനെ നമുക്കാകാൻ കഴിയുക, സന്തോഷിക്കാൻ ലഭിക്കുന്ന സമയങ്ങളെ സന്തോഷിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു കൃപയാണ്. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് അനുഭവിച്ച് പഠിച്ചൊരു കാര്യമാണ്. ഹല്ലേലൂയ. പണ്ട് നിങ്ങൾ എന്നെ ഇത്രയെങ്കിലും ചിരിച്ച് കാണുന്നു എന്നുണ്ടെങ്കിൽ അതെനിക്ക് ദൈവം തന്നൊരു കൃപ കൊണ്ടാണ്. ഇന്നെനിക്കുള്ള ഒരു പണ്ടുള്ള സ്വഭാവം ഇപ്പോൾ ഉള്ളൊരു സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിലാകുന്നതിന് മുൻപും ഇപ്പോഴും എനിക്ക് ഉള്ളൊരു സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, ഒത്തിരി സംസാരിക്കുന്നൊരു ശീലക്കാരനല്ല ഞാൻ. പക്ഷെ ആത്മീയമായി സംസാരിച്ചാൽ വാചാലനുമാണ്. ഒത്തിരി സംസാരിക്കുന്നതൊന്നും അത്ര ഇഷ്ടമുള്ള
ഒരു കൂട്ടത്തിലല്ല ഞാൻ. എന്നാൽ ഞാൻ എല്ലാവരുമായിട്ടും വളരെ നല്ല ബന്ധമാണ്, നല്ല സോഷ്യലായിട്ട് ഞാൻ ഇടപഴകും. ആരെങ്കിലും കണ്ടാൽ മുഖം വീർപ്പിച്ച് മുഖം തിരിച്ച് നടക്കുന്ന ഒരാളൊന്നുമല്ല. ഞാൻ എല്ലാവരുമായിട്ട് ഇങ്ങോട്ട് മിണ്ടിയില്ലെങ്കിൽ അങ്ങോട്ട് പോയി ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ഹായ് പറയുന്നൊരു ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. പക്ഷേ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് വാചാലനല്ല. കുറച്ച് ആവശ്യത്തിന് സംസാരിക്കും, ഹായ് ബൈ പറയും, പോകും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഞാൻ. ആ ക്യാരക്ടറിൽ എനിക്ക് ഇതുവരെ ഒരു മാറ്റം വന്നിട്ടില്ല, അത് മാറ്റണമെന്ന് തോന്നിയിട്ടുമില്ല. കാരണം ഞാൻ കൂടുതലും ദൈവത്തോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ദൈവത്തോട് സംസാരിക്കുന്നവരോട് സംസാരിക്കാനും ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. അതാണ് നല്ലത്. അല്ലാതെ നമ്മൾ നേരെ കവലയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് സെക്രട്ടേറിയറ്റിലെ കാര്യങ്ങളും നിയമസഭാ മന്ദിരത്തിലെ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നത് നമ്മൾ വെറുതെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും തർക്കിക്കുകയും ആ പാർട്ടിയെ ഉയർത്തി ഈ പാർട്ടിയെ അങ്ങനെ താഴ്ത്തി അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, അതിൻ്റെ ആവശ്യമില്ലല്ലോ. എന്നാൽ ഒരു വ്യക്തി സ്പിരിച്വലി സംസാരിച്ചാൽ ഞാൻ കൂടുതൽ ഒരു ലിസണറായി ഇരിക്കുന്നത് എൻ്റെ ഒരു ശീലമാണ്. കൂടുതൽ കേൾക്കും ഞാൻ, അവരിൽ നിന്ന് കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. അത് ക്രിസ്തുവിന് മുമ്പ് സംസാരിക്കില്ല, വേറെ കാര്യങ്ങളും സംസാരിക്കില്ല, ആവശ്യത്തിന് സംസാരിക്കുന്ന നിർത്തും. പക്ഷേ ക്രിസ്തുവിലായതിനു ശേഷം സ്പിരിച്വലി ഉള്ള കാര്യങ്ങൾ കേൾക്കാൻ കൂടുതൽ ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. ഇവിടെ സന്തോഷത്തെക്കുറിച്ച് ബൈബിൾ പറയുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ടും ലോകപരമായി സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും എൻ്റെ മുഖത്ത് അത് കണ്ടിരുന്നില്ല. എപ്പോഴും ഒരു 50 കിലോ കയറ്റി വെച്ചതുപോലത്തെ ദുഃഖഭാരവും അസ്വസ്ഥതയുള്ള ഒരു മനുഷ്യനുമായി, എൻ്റെ അടുത്ത് വരുന്നവർക്കും കൂടെ അസ്വസ്ഥത പകർന്നു കൊടുക്കുന്ന ഒരു വികാരമുള്ളൊരു മനുഷ്യനായി ജീവിച്ചിരുന്ന ഒരു വലിയ കാലഘട്ടം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ അതൊരു ബന്ധനമാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷിക്കാൻ അവസരമുണ്ട്, നിങ്ങൾക്ക് ചിരിക്കാനുള്ള വകയുണ്ട്. നിങ്ങളൊരു കോമഡി കേട്ടാലും ഇതിനേക്കാൾ വലിയ കോമഡി ഫാക്ടറി എനിക്ക് സ്വന്തമായിട്ടുണ്ട് എന്നുള്ള നിനപ്പിലിരിക്കുന്ന ആരെങ്കിലും ഉണ്ട് എന്നെ? ആരെങ്കിലും ഒരു കോമഡി പറയും, ജസ്റ്റ് ഒരു ജോക്ക് പറയും, ഒന്ന് ചിരിച്ചു കൊടുക്കേണ്ടതിന് പകരം അയാൾ ഒന്ന് അളന്ന് നോക്കിയിട്ട് ഇതിനേക്കാൾ വലിയ കോമഡി ഫാക്ടറി ഞാൻ നടത്തുന്നുണ്ട് എന്നുള്ള രീതിയിലിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ചിരിച്ചേക്കണം. ചിരിക്കുന്നത് നല്ലതാണ്, ഒരു ഗുളിക കുറച്ചെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്ത ഒരു ദുർമുഖത്തിൽ ജീവിച്ച ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. മാറ്റം വന്നത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ചിരിക്കാൻ തോന്നുന്നത്, നിങ്ങളെ ചിരിച്ചുകൊണ്ട് ഞാൻ അഭിസംബോധന ചെയ്യുന്നത്, ചില കാര്യങ്ങൾ ചിരിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് കർത്താവ് ജീവിതത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റമാണ്. ആദ്യത്തെ ദൂത് ഞാൻ താങ്കൾക്ക് സെൻഡ് ചെയ്യുന്നു, ആദ്യത്തെ ദൂത് ഞാൻ താങ്കൾക്ക് തരുന്നു. ദൈവം ജീവിതത്തിൽ വന്നാൽ സന്തോഷത്തിൻ്റെ അനുഭവം ഉണ്ടാകും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ പ്രവേശിക്കാൻ അനുവാദം കൊടുത്താൽ സന്തോഷം ഉണ്ടാവും. അത് ബാങ്ക് ലോൺ തീർക്കുന്നത് കൊണ്ടല്ല, ലോണ് പാസ്സാകുന്നത് കൊണ്ടല്ല, കാറ് മേടിക്കുന്നതുകൊണ്ടല്ല, ജോലി കിട്ടുന്നത് കൊണ്ടല്ല. എവിടെയോ എനിക്ക് സന്തോഷിക്കാൻ ഒരു അവസരം ദൈവം തന്നിട്ടുണ്ടെന്നുള്ള ഒരു ഭയങ്കര ഉറപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? എനിക്ക് സന്തോഷിക്കാൻ ദൈവം അനുവാദം തന്നിട്ടുണ്ട്, എനിക്കതിനൊരു കൃപ തന്നിട്ടുണ്ട് എന്ന ഒരു ബോധം നമ്മുടെ ജീവിതത്തിലുണ്ടാവും. സുഹൃത്തെ, പക്ഷെ തിരിഞ്ഞൊന്ന് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സങ്കടക്കടലും ദുഃഖക്കയവുമായിരിക്കും. പക്ഷെ അതൊന്നും നമ്മളോട് അടുത്ത് വരാത്ത പോലെ ഓരോ ദിവസവും പരിശുദ്ധാത്മ സന്തോഷത്തിൽ കർത്താവ് നടത്തുന്ന ഒരനുഭൂതിയും ഒരനുഭവവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക മാത്രമല്ല, നമ്മുടെ അടുത്ത് വരുന്നൊരു വ്യക്തിയിലേക്ക് അത് പകർന്നു പോകുന്ന ഒരു രീതി, ഒരു ചാനലും കൂടെ പരിശുദ്ധാത്മാവ് വെട്ടിവെക്കും. ഹോളി സ്പിരിറ്റ് എന്നോട് സുവിശേഷം പറഞ്ഞിട്ടുള്ള അമ്മാമ്മമാരും സഹോദരങ്ങളും എല്ലാം അവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കിയാൽ ദുഃഖിക്കാനും കരയാനും അയ്യോ പറയാനുമുള്ള എല്ലാ അവസരങ്ങളും ഉള്ളവരാണ്. പക്ഷെ അവർ സുവിശേഷം പറയുമ്പോഴും സുവിശേഷത്തെക്കുറിച്ച് പറഞ്ഞ് ബലപ്പെടുത്തുമ്പോഴും പ്രത്യാശയെക്കുറിച്ച് പറയുമ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ അവരുടെ ശബ്ദത്തിലും പ്രാർത്ഥനയിലുള്ള ഉറപ്പുണ്ടല്ലോ, ഭയങ്കരമാണ്, മഹാഭയങ്കരമാണ്. അത് ഒരു കൃപയാണ്, അതൊരു കൃപയാണ്. ആ കൃപ നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ, പ്രൈസ് ഗാഡ്. അതൊരു കൃപയാണ്. ഇവിടെ നിങ്ങൾ എസ്രായുടെ പുസ്തകം ഒന്ന് എടുത്തേ ദൈവമക്കളെ. എസ്രായുടെ പുസ്തകം എടുക്കുമ്പോൾ അതിൻ്റെ 3-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം.
അവർ യഹോവയെ, അവൻ നല്ലവൻ, ഇസ്രായേലിനോട് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്നിങ്ങനെ വാഴ്ത്തി സ്തുതിച്ചും കൊണ്ട് ഗാനപ്രതിഗാനം ചെയ്തു. അവർ യഹോവയെ സ്തുതിക്കുമ്പോൾ ആലയത്തിൻ്റെ അടിസ്ഥാനം ഇട്ടതുകൊണ്ട് ജനമെല്ലാം അത്യുച്ചത്തിൽ ആർത്തു ഘോഷിച്ചു. പണി പൂർത്തിയായിട്ടില്ല. തകർന്നു കിടക്കുന്ന യെരുശലേമിലെ ആലയത്തിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. ആലയത്തിന് അടിസ്ഥാനമിട്ടതുകൊണ്ട് അവർ സന്തോഷിച്ചു. എൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്ക്. പണി പൂർത്തിയായിട്ടില്ല. പക്ഷെ എവിടെയൊക്കെയോ പണിയുടെ ആരംഭം തുടങ്ങി എന്നറിഞ്ഞ പുരോഹിതന്മാരും ലേവ്യരും ജനവും എല്ലാവരും അത്യുച്ചത്തിൽ, ഞാനൊരു ഹല്ലേലൂയ പറയുമ്പോൾ നിങ്ങൾക്ക് പോലും കേൾക്കാൻ വയ്യാത്ത, നിങ്ങളല്ല കേട്ടോ പറയുന്നത്, നിങ്ങളല്ല പറയുന്നത്, കേൾക്കാൻ വയ്യാത്ത രീതിയിൽ ഹല്ലേലൂയ പറയുന്നവരുണ്ട്. പൊതുവെ വേറെ കാര്യം പറഞ്ഞ കേട്ടോ, നിങ്ങളല്ലേ, നിങ്ങളെല്ലാവരും ഭയങ്കര ഷാർപ്പാണ്, തീയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, കം ടു ദ പോയിന്റ്. അപ്പോൾ ഇവരുടെ സ്തോത്രസ്തുതി യാഗങ്ങൾ എന്ന് പറയുന്നത് അത്യുച്ചത്തിൽ. കാരണം എന്താ? പണി പൂർത്തിയായ അല്ല, ഒരു പണിക്ക് വേണ്ടി അടിസ്ഥാനമിട്ടു. ഒരു പണിക്ക് വേണ്ടി അടിസ്ഥാനമിട്ടു എന്ന് കണ്ടതുകൊണ്ട്, എന്ന് അറിഞ്ഞതുകൊണ്ട്, എന്ന് സാക്ഷ്യം വഹിച്ചതുകൊണ്ട്, അവർ തന്നെ ദൃക്സാക്ഷികളാകൊണ്ട്, അത് ദൈവം ചെയ്തുവല്ലോ എന്നറിഞ്ഞതുകൊണ്ട് അവർ പ്രാർത്ഥിച്ചു എന്നല്ല, സ്തോത്രം ചെയ്തു എന്നല്ല, അവർ മോട്ടിവേറ്റ് ചെയ്തു എന്നല്ല, കൈയടിച്ചു എന്നല്ല, അത്യുച്ചത്തിൽ അവർ ദൈവത്തെ സ്തുതിച്ചു. എൻ്റെ ചിന്ത വരുന്നത് ഇവിടെയാണ്. ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്ന ഒരു പോയിന്റ് ഇവിടെയാണ്. അവിടെ തകർന്നു പോയതുകൊണ്ടല്ലേ പണിയാൻ ദൈവത്തിനൊരു അവസരം കിട്ടിയത്? തകർത്ത് കളഞ്ഞതുകൊണ്ടും തീ വെച്ച് ചുട്ട് കളഞ്ഞതുകൊണ്ടും അല്ലേ അവിടെ പണിയാൻ ഒരു അവസരം കിട്ടിയത്? അവിടെ പണി കുറെ കാലം മുടങ്ങി കിടന്നതുകൊണ്ടല്ലേ ഇപ്പോൾ പണിയാൻ ദൈവം നെഹമ്യാവിനെ പോലുള്ള ചില വ്യക്തികളെ എഴുന്നേൽപ്പിച്ചു എന്ന കാരണം കൊണ്ടും അക്കൂട്ടത്തിൽ പണിയാൻ ഒരു അവസരം കിട്ടി എന്നുള്ളത് കൊണ്ടുമൊക്കെ ഒരു പ്രത്യേക സന്തോഷം വന്നത്. ഇന്നലെ ഇടിച്ചു ഇന്ന് പണിതെങ്കിൽ ഈ സന്തോഷം ഉണ്ടാകത്തില്ല. ഇന്നലെ മുറിച്ചു ഇന്ന് കെട്ടിയെങ്കിൽ ഈ സന്തോഷം ഇത്ര ഉണ്ടാകത്തില്ല. ഇന്നലെ തീരുമാനിച്ചു ഇന്ന് പണിതുവെങ്കിൽ ഈ സന്തോഷവും ഈ സ്തുതിയും ഇത്രയും ഉച്ചത്തിൽ ഉയരത്തില്ല. ഇത്രയും വലിയൊരു ക്യൂരിയോസിറ്റി ഒന്നും ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്കും ഉണ്ടാകത്തില്ല, അവർക്കും ഉണ്ടാകത്തില്ല. പക്ഷേ ദൈവം അവരുടെ സന്തോഷം വർദ്ധിക്കേണ്ടതിന് അവർ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് കർത്താവിൻ്റെ വാഗ്ദത്തം നിറവേറ്റി. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. എവിടെയൊക്കെയോ ഇടിഞ്ഞു കിടന്ന ചിലരെ കർത്താവ് പണിയാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊരു മാസം മുമ്പേ ആ പണി തുടങ്ങി, ഒരാഴ്ച കൊണ്ട് ആ പണി തുടങ്ങി. ആമേൻ. 15 ദിവസം കൊണ്ട് ആ പണി തുടങ്ങി. ഏകദേശം ഒരു 2 മാസം കൊണ്ട് ആ പണി തുടങ്ങി. 3 മാസം, 6 മാസം, 10 മാസം, 1 വർഷം കൊണ്ട് കർത്താവ് എവിടെയൊക്കെയോ ചിലരെ പണിത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നിനക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഇപ്പോഴും നിനക്ക് ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ പുകഴാൻ കഴിയുന്നില്ലെങ്കിൽ, ഇപ്പോഴും പണിയുന്നൊരു ദൈവം ഉണ്ടെന്ന് നിനക്ക് കേട്ടിട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല, കണ്ടിട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇപ്പോഴും പൂർത്തിയാകാത്തതിനെ ചൊല്ലിയും ലഭിക്കാത്തതിനെ ചൊല്ലിയും നീ പിറുപിറുത്തുകൊണ്ട് ഒരു പഴയ ഇസ്രായേലിനെ പോലെ നീ ജീവിക്കുകയാണെങ്കിൽ, ഇന്ന് ദൈവാത്മാവ് പറയുന്നു, മടങ്ങി വന്നാൽ സന്തോഷത്തിന്റെ പൂർണ്ണത നിനക്ക് അനുഭവിക്കാൻ കഴിയും. Mighty Father, Mighty Father. അടിസ്ഥാനമിട്ടതുകൊണ്ട് മോനെ ചുമര് കെട്ടിയത് കൊണ്ടല്ല, മോനെ കട്ടള വെച്ചത് കൊണ്ടല്ല, ജനല് തൂക്കിയത് കൊണ്ടല്ല, വാതില് തൂക്കിയത് കൊണ്ടല്ല, ആമേൻ, റൂഫ് ചെയ്തത് കൊണ്ടല്ല, പെയിന്റ് ചെയ്തത് കൊണ്ടല്ല. അടിസ്ഥാനം എന്തിന്റെയും അടിസ്ഥാനമാണ്. നീ എങ്ങനെ അടിസ്ഥാനം ഇടപെട്ടത്? വിശുദ്ധ വചനത്തിൽ തന്നെയാണോ? അതോ എന്തെങ്കിലുമൊക്കെ ദൈവശബ്ദം കേട്ടു എന്ന് വെച്ചിട്ടാണോ നീ അടിസ്ഥാനമിട്ടത്? ദൈവസ്നേഹത്തിലാണോ? നിന്റെ വേര് വളർന്നിറങ്ങിയത് ക്രിസ്തുവിലാണോ? എന്നാ നീ ഇങ്ങനെ ഇരിക്കത്തില്ല. ഇന്ന് നിന്റെ അകത്ത് തീ കത്തി വചനം കേൾക്കുമ്പോൾ. വചനം പറയുന്നു, അവർ യഹോവയെ സ്തുതിക്കുമ്പോൾ യഹോവയുടെ ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ടതുകൊണ്ട്. എനിക്ക് നല്ല ബോധ്യമുള്ളൊരു കാര്യം എന്നാണെന്നറിയാവോ?
എനിക്ക് നിങ്ങളെ ഇത്ര ഇഷ്ടം എന്താണെന്നറിയാമോ? ഇതിനകത്ത് ദൈവസ്നേഹമുള്ളവരാണ് കൂടുതൽ. ഇതിനകത്ത് കേവലം ഒരു പ്രവചനം കേൾക്കാൻ വരുന്നവർ കുറവാണ്. ഒരു കാലത്തുണ്ടായിരുന്നതാനും, ഒരു കാലത്തുണ്ടായിരുന്നു പ്രവചനം കേൾക്കാൻ മാത്രം ഉണ്ടായിരുന്നവരുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അവരുടെ എല്ലാ സ്വഭാവത്തിലും ആറ്റിറ്റ്യൂഡിലും മാറ്റം വന്നു. എനിക്കതറിയാം. എങ്ങനെയോ എപ്പോഴോ ദൈവവചനത്തോട് ഒരു ഭയങ്കര സ്നേഹമല്ല, ഒരുതരം പ്രണയം ഉള്ള ഒരു കൂട്ടരെ പരിശുദ്ധാത്മാവ് ഈ കൂട്ടായ്മയിലൂടെ ഒരുക്കിയെടുത്തു. ഇതെൻ്റെ അപ്പ എന്നോട് പറഞ്ഞ വാക്കാട്ടോ, ഇതെൻ്റെ അപ്പ എന്നോട് പറഞ്ഞ വാക്ക. ഇതെൻ്റെ മിടുക്കല്ലേ, ഇതെൻ്റെ അപ്പ എന്നോട് പറഞ്ഞ വാക്ക. മുറിവ് കെട്ടുന്നത് ദീപുവാണെന്നല്ല പറഞ്ഞേ, മുറിവ് കെട്ടുന്നത് അവിടുന്നാണെന്നാ പറഞ്ഞേ. മുറിവേറ്റവരെ കൊണ്ടുവരേണ്ടത് നിന്റെ കടമയാണെന്നല്ല പറഞ്ഞേ, മുറിവേറ്റവരെ ഞാൻ കൊണ്ടുവരുമെന്നാ പറഞ്ഞേ. ഓഹ്, എൻ്റെ അപ്പായുടെ ശബ്ദത്തിൽ, എൻ്റെ അപ്പായുടെ വാക്കിൽ അത്രയും വിശ്വസ്തതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നേ, തകർന്നാണ് ഇന്ന് എന്നെ കേൾക്കുന്നെങ്കിൽ, നുറുങ്ങിയാണ് ഇന്ന് ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്നെങ്കിൽ, മുറിവേൽപ്പിച്ചിട്ടാണ് നിന്നെ ഇതിനകത്ത് കയറ്റി ഇരുത്തിയേക്കുന്നെങ്കിൽ, വചനം പറയുക, അമ്മുറു ഉണങ്ങിയതുകൊണ്ടല്ല, ആശിച്ച കാര്യം നടന്നതുകൊണ്ടും അല്ല, അടിസ്ഥാനമിട്ടതുകൊണ്ട്. നിന്നെ ദൈവം ഒരു അടിസ്ഥാനം ഉള്ളിടത്താണ് നിർത്തിയേക്കുന്നത്. അടിസ്ഥാനത്തിന്റെ മേല പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ശുശ്രൂഷകന്മാരെ നമ്മളെ കർത്താവ് നിർത്തിയേക്കുന്നത്. അവർ യഹോവയെ സ്തുതിക്കുമ്പോൾ, യഹോവയുടെ ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ടതുകൊണ്ട്, ഈ സ്തുതിച്ചവരോടൊന്ന് ചോദിച്ചു നോക്കണം, ചോദിച്ചു നോക്കണം, അവർക്ക് സ്തുതിക്കാതിരിക്കാൻ കാരണങ്ങൾ പലത് കാണും. ശ്രദ്ധിക്കണേ, തെറ്റിദ്ധരിക്കരുതേ, വാക്കുകളൊന്നും തെറ്റായിട്ട് ആശയം എടുക്കരുതേ. അവർക്ക് സ്തുതിക്കാതിരിക്കാൻ കാരണം പലത് കാണും. മക്കളുടെ ഫീസ് കൊടുത്ത് കാണത്തില്ല, വീടിന്റെ വാടക കൊടുത്ത് കാണത്തില്ല, 2 മാസം ലോൺ പെൻഡിങ് ആയിരിക്കും, വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ കാശ് കാണത്തില്ല, അവർക്ക് പണി കാണത്തില്ല, പട്ടിണിയായിരിക്കാം. കാരണം പലതും അവർക്ക് അവരുടെ ജീവിതത്തിൽ അവർക്ക് പലതും ഉയർത്തി കാണിക്കാനുണ്ട്. പക്ഷേ വചനം പറയുന്നു, അവർ സ്തുതിച്ച കാരണമാണ് അവിടെ പറയുന്നത്. അത് യഹോവയുടെ ആലയത്തിന് അടിസ്ഥാനമിട്ടതുകൊണ്ട്. ഞാനൊരു ദൂത് പറയാം, അടിസ്ഥാനമുള്ള ഒരാലയത്തിന്റെ അകത്താണ് നീ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, ആ ആലയത്തിനകത്ത് വെളിപ്പെടുന്ന പുഷ്ടി മതി നിന്റെ ജീവിതത്തിന്റെ ബാക്കിയുള്ള പ്രാരാബ്ദങ്ങളെ മാറ് എന്ന് കൽപ്പിക്കാൻ. അതല്ലേ യേശു പഠിപ്പിച്ചേ, ഈ മലയോട് നീങ്ങി കടലിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ. മലയെ പൊടിക്കാനൊന്നും പറഞ്ഞില്ല കേട്ടോ, മലയുടെ മേളിക്കറി മെതിവണ്ടിയാകാനൊന്നും പറഞ്ഞില്ല കേട്ടോ. മലയല്ലേ, പക്ഷെ മല എൻ്റെ മുമ്പിൽ നിൽക്കണ്ട എന്നേ പറയാൻ പറഞ്ഞുള്ളൂ. ഹല്ലേലൂയ. മലയ്ക്ക് നിൽക്കാം, മലയ്ക്ക് എവിടെ വേണമെങ്കിലും നിൽക്കാം, പക്ഷേ എൻ്റെ മുമ്പിൽ നിൽക്കണ്ട. ഇതൊരധികാരമാണ്, ഇതൊരധികാരമാണ്. പ്രശ്നങ്ങൾ വേണ്ടെന്നൊന്നും ഇവിടെ പറയുന്നില്ല, പക്ഷേ പ്രശ്നങ്ങൾ എൻ്റെ മുമ്പിൽ നിൽക്കണ്ട. പ്രതിസന്ധികൾ വേണ്ട, അതൊന്നും ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷെ പ്രതിസന്ധികൾ എൻ്റെ മുന്നേറ്റത്തെ തടയണ്ട. പോരാട്ടങ്ങളില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ പോരെൻ്റെ നേരെ വേണ്ട. യേശു പ്രശ്നങ്ങളെ മാറ്റിത്തരണേ പിതാവേ, ഞാൻ ക്രൂശിൽ കയറാൻ തയ്യാറാണ്, ഞാൻ ജനത്തെ സൗഖ്യമാക്കാൻ തയ്യാറാണ് എന്നൊന്നും പറഞ്ഞില്ല. പ്രശ്നങ്ങൾ രോഗം വേണ്ടാന്ന് പറഞ്ഞില്ല, രോഗം ജനത്തിന് വരരുത് അങ്ങനെയൊന്നും പറഞ്ഞില്ല യേശു. അങ്ങനെയൊന്നും പ്രാർത്ഥിച്ചില്ല, അതൊന്നും ഇവിടെയും കേൾക്കാനുമില്ല, അതൊന്നും ഇവിടെയും കേൾക്കാനുമില്ല. പക്ഷേ കർത്താവ് ഇത്രേ പറഞ്ഞുള്ളൂ, അവനെ വിട്ടുമാറുക, അവനെ തുടരുത്, അവന്റെ മേൽ നിന്ന് മാറുക എന്ന് പറഞ്ഞ് അതിനെ മാറ്റി നിർത്തി. നിന്റെ ജീവിതത്തിന്റെ ഗതിയെ തെറ്റിക്കുന്നതിനെ നിന്റെ മുമ്പിൽ നിന്ന് മാറ്റുവാനുള്ളൊരു അധികാരം തന്നവനാണ് നമ്മുടെ ദൈവം. ഇവിടെ ജനം ദൈവത്തെ സ്തുതിച്ചത് അവരെല്ലാവരും പൗലോസായിട്ടൊന്നും അല്ല, അവരെല്ലാവരും അപ്പോസ്തലന്മാരായിട്ടൊന്നും അല്ല, അവരെല്ലാവരും പ്രവാചകന്മാരായിട്ടൊന്നും അല്ല. ആലയത്തിന് അടിസ്ഥാനം ഇട്ടുകൊണ്ട് ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ഞാനുമായിട്ട് സഹകരിക്കുമോ? അപ്പാ
എനിക്ക് ദിവസവും ദൈവവചനം കേൾക്കാൻ ഒരു അവസരം തന്നതോട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറയാൻ ആരുണ്ട്? ഞാൻ പറയുക, എനിക്കെന്നും എൻ്റെ ജനത്തെ ശുശ്രൂഷിക്കാൻ കർത്താവ് എനിക്കിങ്ങനൊരു വേദി ഒരുക്കി തന്നതിനെ ഓർത്ത് ഞാൻ ആത്മാർത്ഥമായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. സത്യമാണ്. ഹല്ലേലൂയ. ആലയത്തിന് അടിസ്ഥാനമിട്ട് ഇതാരൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു. ഇതൊന്ന് പൊങ്ങിയിരുന്നെങ്കിൽ, ഈ പണി ഇവിടെ ഒരു ആലയം ഉയർന്നിരുന്നെങ്കിൽ, ഒരു കാലം എങ്ങനെ ഉണ്ടായിരുന്ന ആലയമാ, ഇവിടെ ഒരു ആലയം പണിയപ്പെട്ടിരുന്നെങ്കിൽ ആരുടെയൊക്കെയോ പ്രാർത്ഥനയാ. ആരുടെയൊക്കെയോ പ്രാർത്ഥനയാ. ജീവിച്ചിരിക്കുന്നവരുടെയോ, ജീവിച്ചിരുന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇന്ന് ക്രിസ്തുവിൽ നിദ്ര പ്രാപിക്കുന്ന ആരുടെയൊക്കെയോ പ്രാർത്ഥനയാ കുഞ്ഞെ നിന്നെ ഇന്ന് ഈ സന്ദേശം കേൾപ്പിക്കുന്നേ. പ്രാർത്ഥന പാഴെ പോകത്തില്ല. പ്രാർത്ഥന പാഴെ പോകുമെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ അവസാനം ഒന്ന് കണ്ട് പ്രാർത്ഥിച്ചിട്ട് വേണം ഇറങ്ങാൻ. ആമേൻ. പ്രാർത്ഥന പാഴെ പോകത്തില്ല കേട്ടോ. എനിക്ക് വേണ്ടി ഞാൻ ഇന്നും ഓർക്കുക ആ മുത്തശ്ശിയൊക്കെ. ലില്ലിക്കുട്ടി എന്ന് പേരുള്ളൊരു മുത്തശ്ശി, ഒരു കൊച്ചമ്മ. നമുക്ക് കാണുമ്പോൾ നമുക്ക് ചെല്ലാൻ തോന്നും, കവിളിലൊക്കെ പിടിക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു ചുളിഞ്ഞ് നല്ല വെളുത്ത ഒരു മുത്തശ്ശി ബന്ധനത്തിനകത്ത് കിടന്നപ്പോൾ ഒക്കെ വന്ന് വീടിനകത്തിരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമൊക്കെയാണ് ഞാൻ ഇന്ന് നിന്ന് നിങ്ങളുടെ മുമ്പിൽ ശുശ്രൂഷിക്കുന്നത്. നിങ്ങൾക്ക് പുച്ഛമാണോ ഈ പ്രായമുള്ളവരുടെ പ്രാർത്ഥന? പ്രവാചകിമാരല്ലാത്തവരുടെ പ്രാർത്ഥനയൊക്കെ നിങ്ങൾക്ക് പുച്ഛമാണോ? ഒരു പ്രവാചകിയൊന്നും അല്ല, അവർക്ക് വലിയ വിദ്യാഭ്യാസമില്ല, പക്ഷെ പ്രാർത്ഥനയുടെ ആത്മാവ് പിടിച്ചൊരു സ്ത്രീയായിരുന്നു. എന്നും വരും, എൻ്റെ വീടിനകത്ത് സമാധാനം ഉണ്ടാകും കർത്താവേ, എൻ്റെ പൊന്നുമോൻ്റെ വീടിനകത്ത് സമാധാനം ഉണ്ടാവണം, അവൻ്റെ കുടുംബം വിടിവിക്കപ്പെടണം. കുടുംബം മീൻസ് അന്ന് ഞാൻ മാരീഡ് അല്ല, വിടിവിക്കപ്പെടണം. അന്ന് ഞാൻ സ്നാനം ഏറ്റിട്ടൊന്നുമില്ല, അന്ന് ഞാൻ ചൊവ്വേന്നരായ വ്യക്തിയൊന്നുമല്ല. വീട്ടിൽ വന്നിരുന്നു പ്രാർത്ഥിച്ചതാ ആ അമ്മ. ഇന്ന് ക്രിസ്തുവിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ആ അമ്മ ക്രിസ്തുവിൽ തന്നെ ഇന്ന് വിശ്രമിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരമ്മ, അവരുടെ ജീവിതത്തിലോട്ട് നോക്കിയാൽ അവരെങ്ങനെ ഇങ്ങനെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു എന്ന് ചിന്തിക്കും. കാരണം അങ്ങനത്തെ പോരാട്ടം അവരുടെ ജീവിതത്തിലുണ്ട്. അവരുടെ മക്കളുടെ ജീവിതത്തിൽ വിടുതലില്ല. എന്നിട്ട് അടുത്തൊരിടത്ത് വന്നിരുന്ന് മറ്റൊരു സ്ത്രീയുടെ മകന് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പറ്റുമോ നിങ്ങൾക്ക്? ഇതൊക്കെയാണ് ശുശ്രൂഷ. നമ്മളിവിടെ മുറിവേറ്റിരിക്കുക, മറ്റൊരു മുറിവേറ്റവനെ മുറിവ് കെട്ടുന്നതാണ് ശുശ്രൂഷ. ഹല്ലേലൂയ. അവർ സന്തോഷിച്ച എന്താണെന്നറിയാവോ? അവർക്ക് പ്രാർത്ഥിക്കാൻ ഒരു അവസരം കിട്ടുന്നുണ്ടല്ലോ. പ്രാർത്ഥിക്കാൻ അവസരം കിട്ടുമ്പോൾ പോലും യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. ഹല്ലേലൂയ. ഗ്രാമർ മിസ്റ്റേക്ക് പേടിച്ച്. പക്ഷേ ആ അമ്മയുടെ പ്രാർത്ഥനയിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. ഞാനതൊന്നും അളക്കാൻ നിന്നില്ല. അതൊന്നുമല്ല എൻ്റെ വിഷയം. എനിക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കാൻ ഇല്ലാതിരുന്ന കാലത്ത് കർത്താവ് കൊണ്ടുവന്ന ഒരു മുത്തശ്ശിയാണ്. ഞാനവരെ കൈക്കൊണ്ടു, എൻ്റെ വീട്ടിലേക്ക് കൈക്കൊണ്ടു, പ്രാർത്ഥിച്ചു. ഇന്ന് കർത്താവ് വർഷം ഇച്ചിരി കഴിഞ്ഞു നിങ്ങളുടെ മുമ്പിൽ എന്നെ നിർത്തിയിരിക്കുന്നു. പ്രാർത്ഥന പാഴെ പോകത്തില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇന്ന് നമ്മളൊന്നും അല്ലാത്ത സമയത്ത് ദൈവം നമ്മളുമായിട്ട് ചിലരെയൊക്കെ പരിചയപ്പെടുത്തും. നമ്മളെ എന്തെങ്കിലുമൊക്കെ ആക്കി ദൈവം ഒരു കാലം മാറ്റുമ്പോൾ നമ്മളവരെ മറക്കരുത്. പ്രശസ്തനായിരിക്കത്തില്ല, ഭയങ്കര ഗ്ലാമറുള്ളവനൊന്നും ആയിരിക്കത്തില്ല, ഭയങ്കര സംഭവമൊന്നും ആയിരിക്കത്തില്ല, വൈറൽ സാധനമൊന്നും ആയിരിക്കത്തില്ല. പക്ഷേ ഓർക്കണം, കൈപിടിച്ചവരെ ഓർക്കണം, നടത്തിയവരെ ഓർക്കണം, പ്രാർത്ഥിച്ചവരെ ഓർക്കണം. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കണം, ഒരു നല്ല വാക്ക് പറയണം, അവരെ ആശ്വസിപ്പിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം, നിങ്ങൾ ഓർത്തു നോക്കണം, എന്താണെന്ന് അറിഞ്ഞൂടെ ഇതൊക്കെ ഇങ്ങനെ വരിക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസനെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ശുശ്രൂഷിക്കാൻ വിളിച്ചു. നമ്മുടെ ഈ ഫാസ്റ്റിംഗ് പ്രയറിന് വേണ്ടിയിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്തതാണ്. അല്പം പുള്ളി അറിയപ്പെടുന്നൊരു വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം ഫോൺ എടുത്ത് ഞാൻ ഡേറ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു, അയ്യോ അച്ഛാ, ഞാൻ വെസ്റ്റ് ബംഗാളിലാണ്, എനിക്ക് വരാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് എന്തായാലും എനിക്ക് ദൈവദാസനെ വേണം, അങ്ങ് ഫ്രീ ആകുമ്പോൾ പറയണം. ഒരു ദിവസം എൻ്റെ ജനത്തിന് വേണ്ടി ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ഞാൻ ക്രമീകരിക്കും. അതെന്നാന്നുള്ളത് എന്നോട് പറയണം. നേരത്തെ പറഞ്ഞാൽ ഞാൻ ജനത്തെ അറിയിക്കും.
അങ്ങക്ക് വേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ഞങ്ങളിവിടെ ക്രമീകരിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ആ ദേവദാസൻ മറ്റൊരു സഭയിൽ ശുശ്രൂഷിച്ച ഒരു വീഡിയോ ഞാൻ കണ്ടു. അതിന് മുന്നേ എനിക്ക് അദ്ദേഹത്തെ അറിയാം. പക്ഷേ ഞാൻ പറഞ്ഞ ആ സഭയിൽ ആ മനുഷ്യൻ ശുശ്രൂഷിച്ച ശുശ്രൂഷയുടെ തലമെന്ന് പറയുന്നത് അതൊരു ഓർഡിനറി ലെവലല്ല എന്നുള്ളത് ആർക്ക് കണ്ടാലും മനസ്സിലാവും. അതൊരു വേറെ റിലത്തിൽ നിന്നാണ് ആ മനുഷ്യൻ അന്ന് പ്രസംഗിച്ചത്, ശുശ്രൂഷിച്ചത്. അതൊരു റിയൽ ഹോളി സ്പിരിറ്റ് അനോയിൻറ്റിംഗ് ഉള്ളൊരു ശുശ്രൂഷയായിരുന്നു. അനേകർക്ക് വിടുതലായി. ഞാൻ ആ സന്ദേശം മുഴുവനും കേട്ടു, 2 പ്രാവശ്യം കേട്ടു. കാരണം എന്നെ അത്രയ്ക്കും സ്പർശിച്ച റെവലേഷൻസും അത്രയ്ക്കും സ്പർശിച്ച ആശയങ്ങളുള്ള ഒരു സന്ദേശമായിരുന്നു. ഞാൻ ഒരു മടിയും കൂടാതെ ആ മനുഷ്യൻ, ആ ദൈവദാസൻ തിരക്കാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ദൈവദാസൻ ഒരു കാര്യം കൂടെ, അങ്ങ് ഇന്ന ദൈവദാസൻ്റെ ചർച്ചിൽ ശുശ്രൂഷിച്ചില്ലേ, അസാധാരണമായിരുന്നു. ഞാൻ തുറന്ന് എൻ്റെ മനസ്സിലുള്ള സന്തോഷം അങ്ങനെ തന്നെ പറഞ്ഞു. കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങൾ എന്നോട് ഇങ്ങോട്ട് വിശേഷമൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹം ഫോൺ കട്ട് ചെയ്യുന്നതിന് മുന്നേ പറഞ്ഞു, ഞാൻ സ്പെഷ്യൽ താങ്ക്സ് പറയുക കേട്ടോ. ഞാൻ ചോദിച്ചു, എന്താ ദൈവദാസനെ? അല്ല, നിങ്ങൾ ആ വാക്ക് പറയാൻ മനസ്സ് കാണിച്ചല്ലോ, നിങ്ങളത് ഓർത്തല്ലോ. ഞാൻ അവിടെ ശുശ്രൂഷിച്ചിട്ട് ഏകദേശം 4-5 മാസം കഴിഞ്ഞു. നിങ്ങളത് ഇപ്പോഴും ഓർത്ത് പറയാൻ എന്നെ ഒന്ന് ബലപ്പെടുത്താനും എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും നിങ്ങൾ അങ്ങനെ ഒരു മനസ്സ് കാണിച്ചല്ലോ പാസ്റ്ററെ, അതൊരു വലിയ കാര്യം കേട്ടോ, ദൈവം നിങ്ങളെ ബ്ലസ് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞു. ആ മനുഷ്യൻ 2 പ്രാവശ്യം ആ വാക്ക് ആവർത്തിച്ചു. അല്ല, നിങ്ങളത് പറയാനുള്ളൊരു മനസ്സ് കാണിച്ചല്ലോ. ഈ നല്ലത് ചെയ്താൽ പറയാനേ എല്ലാവർക്കും ഭയങ്കര വിമുഖതയാണ്. ഖജനാവ് കാലിയാവുന്ന വെപ്രാളം വരും. ഒരു നല്ല വാക്ക് പറഞ്ഞൊരു വ്യക്തിയെ മോട്ടിവേറ്റ് ചെയ്യാൻ എങ്ങാനും ആകാത്ത പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ അതിനകത്ത് ഇന്ന ഒരു കാര്യം കുറവുണ്ടായിരുന്നു കേട്ടോ എന്ന് ചൂണ്ടിക്കാണിക്കാൻ അഗ്രഗണ്യന്മാരുണ്ട്. ഹല്ലേലൂയ. ഞാൻ ആ മനുഷ്യനോട് ആ നല്ല വാക്ക് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ്റെ ഉള്ളത്തിലുണ്ടായ സന്തോഷം, സന്തോഷം കൊടുത്താലേ സന്തോഷം കിട്ടൂ. നന്മ ചെയ്താലേ നന്മ കിട്ടൂ, സന്തോഷിപ്പിച്ചാലേ സന്തോഷം കിട്ടൂ, സഹായിച്ചാലേ തിരിച്ചും സഹായിക്കുകയുള്ളൂ, പ്രാർത്ഥിച്ചാലേ തിരിച്ചും പ്രാർത്ഥിക്കുകയുള്ളൂ. നമ്മളൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറായാലേ നിങ്ങൾക്ക് വേണ്ടി ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ തയ്യാറാവുള്ളൂ. ആലയത്തിന് അടിസ്ഥാനം ഇട്ടതുകൊണ്ട് ജനം സന്തോഷിച്ചു. അടിസ്ഥാനമുള്ള വിശ്വാസങ്ങളാകട്ടെ. എന്നെ കർത്താവ് എവിടെയോ കൊണ്ടുപോവുക. ഈ ഒരൊറ്റ വചനം ഇന്ന് മിക്കവാറും കാണുള്ളൂ. മതി, എന്തിനാ ഒത്തിരി, പ്രയോജനപ്പെട്ടാ പോരെ. സ്തോത്രം. അടിസ്ഥാനമുള്ള വിശ്വാസം ഉണ്ടാകട്ടെ, അടിസ്ഥാനമുള്ള സ്വഭാവം ഉണ്ടാകട്ടെ. രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്കൊരു സ്വഭാവം, ഉച്ച കഴിയുമ്പോൾ ഒരു സ്വഭാവം, രാത്രിയാവുമ്പോൾ സന്ധ്യയാവുമ്പോൾ വേറൊരു സ്വഭാവം. അത് ആരാധിക്കാനുള്ള സ്വഭാവം. പക്ഷെ നേരത്തെ 3 നേരത്തെ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ വൈകിട്ട് എങ്ങനെ ഇരുന്ന് ആരാധിക്കുന്നു എന്ന് നമുക്ക് തോന്നിപ്പോവും. അവർ തന്നെയാണോ ഇതെന്ന് തോന്നും. ഹല്ലേലൂയ. അടിസ്ഥാനമുള്ളൊരു സ്വഭാവം ഉണ്ടാകട്ടെ, അടിസ്ഥാനം ഉള്ള ഒരു പ്രാർത്ഥന ജീവിതം ഉണ്ടാകട്ടെ, വല്ല അടിസ്ഥാനമുള്ള ഒരു വാഗ്ദത്തം ഉണ്ടാകട്ടെ, വാക്ക് പറഞ്ഞ വാക്കായിരിക്കട്ടെ, അടിസ്ഥാനമുള്ള വാക്കുകൾ ഉണ്ടാകട്ടെ, നമ്മുടെ വാക്കിന് വിലയുണ്ടാകട്ടെ, നമ്മളൊരാളോട് എന്തെങ്കിലും കമ്മിറ്റ് ചെയ്താൽ അതിന് വിലയുണ്ടാകട്ടെ. നമുക്ക് മുമ്പേ നമ്മളൊന്നും അല്ലാത്ത കാലഘട്ടത്തിൽ നമ്മളെ പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്യുകയും നമ്മളെ വാക്കുകൾ കൊണ്ട് ബലപ്പെടുത്തുകയും വചനങ്ങൾ പറഞ്ഞ് നമ്മളെ ബലപ്പെടുത്തുകയും ചെയ്തവരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്നാകുമ്പോൾ ഓർക്കണം. ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ അടിസ്ഥാനമിട്ടതുകൊണ്ട് ജനമെല്ലാം അത്യുച്ചത്തിൽ ആർത്തുഘോഷിച്ചു. ഞാൻ വീണ്ടും പറയുന്നു, വിടുതൽ പൂർണ്ണമായിട്ട് നടന്നതുകൊണ്ടല്ല, ആലയം പഴയതിനേക്കാൾ മോടി പിടിപ്പിച്ച് പുതുക്കി പണിതതുകൊണ്ടും അല്ല, ആലയത്തിൻ്റെ അടിസ്ഥാനമിട്ടതുകൊണ്ട്. എന്നെ അവിടെ അങ്ങ് നിർത്തുവാന്ന്. എന്താ കാര്യമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഭയങ്കര ദൈവസാന്നിധ്യവും ഉണ്ട്. എന്നെ ആ വചനത്തിനകത്ത് അങ്ങ് നിർത്തുക ദൈവം. താഴേക്ക് വായിക്കാൻ അങ്ങോട്ട് തോന്നുന്നുമില്ല. എന്തോ ഇതിനകത്ത് എന്തോ നടന്നുകൊണ്ടിരിക്കുന്നു, എന്തോ ഒരു പണി നടക്കുന്നുണ്ട് ഈ സന്ദേശത്തിനകത്ത്. ആലയത്തിന് അടിസ്ഥാനമിട്ടത് കൊണ്ട് ഈടോ നമ്മൾ ഇത്ര അത്യുച്ചത്തിൽ ആർത്തുഘോഷിക്കണമെങ്കിൽ ഒന്നുകിൽ യെരിഹോവിന്റെ മതിലിടിഞ്ഞു വീഴണം, അല്ലെങ്കിൽ കാരാഗ്രഹം തുറന്ന് പൗലോസും പത്രോസും ഒക്കെ റിലീസാകണം.
ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ സാറ പ്രസവിക്കണം, എലിശബത്ത് പ്രസവിക്കണം, അത്യുച്ചത്തിൽ ഘോഷിക്കാം. കാരണം നമ്മുടെ തൊണ്ട പൊട്ടിയാലും കുഴപ്പമില്ല, പ്രാർത്ഥനയുടെ വിടുതൽ നടന്നല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് നമ്മളൊക്കെ നിലവിളിക്കും. ഇവിടെ അടിസ്ഥാനമിട്ടപ്പോൾ ജനമാർത്ത് ഘോഷിച്ചു. ഇതെന്തൊരു റെവലേഷനാണ് അവിടെ ആ ജനത്തിന് ദൈവം കൊടുത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തൊരു റെവലേഷൻ! അടിസ്ഥാനമിട്ടിട്ടുണ്ടെങ്കിൽ ആരുടെ കൈയാണോ അടിസ്ഥാനമിട്ടത് അവനെയും കൊണ്ട് അത് പൂർത്തീകരിക്കുമെന്ന് തീരുമാനിച്ചൊരു ദൈവം ഉണ്ടെന്ന് ഈ അർത്ഥഘോഷിച്ചവർ വിശ്വസിച്ചു. നിങ്ങളെ ദൈവം ഈ ഘട്ടം വരെ കൊണ്ടെത്തിച്ചു. നശിച്ചു പോകാനാണെങ്കിൽ എന്നോ സംഭവിക്കായിരുന്നു, തകർന്നു പോകാനാണെങ്കിൽ എത്രയോ നാളുകൾക്ക് മുമ്പേ സംഭവിക്കാമായിരുന്നു, പരാജയപ്പെട്ടു പോകാനും പ്രാർത്ഥനയിൽ നിന്ന് പിന്തിരിയാനുമായിരുന്നെങ്കിൽ എത്രയോ കാലം മുമ്പേ സംഭവിക്കാമായിരുന്നു. പക്ഷെ ദൈവം നിങ്ങളെ ഇത്രയിടം വരെ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവമിട്ട ഒരു അടിസ്ഥാനമുണ്ട്. അത് വചനമാണോ? അത് ദൈവം തന്നൊരു പ്രവചന ശബ്ദത്തിന്മേലാണോ? ദൈവം നിങ്ങളെ കാണിച്ചൊരു ദർശനത്താലാണോ? അടിസ്ഥാനമിട്ടിട്ടുണ്ട്. ഈ അടിസ്ഥാനത്തെ ചൊല്ലി സന്തോഷിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ മുകളിലോട്ടുള്ള പണിയെ ചൊല്ലി നീ സന്തോഷിക്കണോ വേണ്ടായോ എന്ന് ദൈവം തീരുമാനിക്കും. ദൈവം ചെയ്യുന്ന അത്യല്പമാകുന്ന കാര്യങ്ങൾക്കകത്ത് നമുക്കൊരു സ്മരണയും ഒരു ഗ്രാറ്റിറ്റ്യൂഡും നമുക്കില്ല എങ്കിൽ അധികത്തിലോട്ടുള്ള കാര്യങ്ങളെ ദൈവം കാണിക്കാൻ സമയം ചിലപ്പോൾ ദീർഘിപ്പിച്ചേക്കാം. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആരാധനയായി മാറുക, അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. എന്നെ കേട്ടോ, ഞാൻ പറഞ്ഞ വാക്ക് കേട്ടോ? ദൈവം ആഗ്രഹിക്കുന്ന ഒരാരാധനയായി താങ്കൾ മാറണമെന്ന് പരിശുദ്ധാത്മാവ് ഇച്ഛിക്കുന്നു. അവർ യഹോവയെ സ്തുതിക്കുമ്പോൾ യഹോവയുടെ ആലയത്തിന്റെ അടിസ്ഥാനമിട്ടതുകൊണ്ട് ജനമെല്ലാം അത്യുച്ചത്തിൽ ആർത്തുഘോഷിച്ചു. എന്നാൽ പുരോഹിതന്മാരിലും ലേവ്യരിലും പിതൃഭവന തലവന്മാരിലും മുമ്പിലത്തെ ആലയം കണ്ടിട്ടുള്ള വയോധികന്മാരായ അനേകർ ഈ ആലയത്തിന്റെ അടിസ്ഥാനമിട്ട് കണ്ടപ്പോൾ ഉറക്കെ കരഞ്ഞുപോയി. കാരണം തകർന്നു പോയതാ. പണിയാൻ ആരും ഉണ്ടാകുമെന്ന് കരുതിയില്ല, പണിയാൻ ആർക്കും താല്പര്യം ഉണ്ടാകുമെന്ന് കരുതിയില്ല, പണിയാൻ ആരെ അനുവദിക്കുമെന്ന് കരുതിയില്ല, പണിയാൻ ആരും മുമ്പോട്ട് വരുമെന്ന് കരുതിയില്ല, ആരും ഈ ചാമ്പലിന്റെ നേരെ കൈ നീട്ടുമെന്ന് കരുതിയില്ല. പക്ഷേ എൻ്റെ അപ്പായിക്ക് പണിയണമെന്നിഷ്ടം തോന്നിയതുകൊണ്ട് അവിടുന്ന് അത് ചെയ്യിച്ചു. ഞാൻ ആത്മാവിൽ സംസാരിക്കുന്നു. തകർത്ത് തരിപ്പണമാക്കിയിട്ടിരിക്കുന്ന ചില കുടുംബങ്ങൾ ഇതിനകത്തുണ്ട്. ഇനി ഒരു വെച്ചടി കയറ്റം ഉണ്ടാകരുതെന്ന് പറഞ്ഞ് ശത്രു നശിപ്പിച്ചിട്ടിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. കുടുംബജീവിതത്തിൻ്റെയും പ്രാർത്ഥനാ ജീവിതത്തിൻ്റെയും അസ്ഥിവാരം വരെ തോണ്ടിയിട്ട ചില വ്യക്തികളുണ്ട്. അടിസ്ഥാനങ്ങൾ തകർന്നും കുലുങ്ങിയും ഇളകിയും കിടക്കുന്ന ചില വ്യക്തികളുണ്ട്. പണിയാൻ ആരും കൈ നീട്ടത്തില്ലെന്ന് വിചാരിച്ചു. ഇനി ഞങ്ങൾ പണിയപ്പെടത്തില്ല എന്ന് കരുതി, ഇനി ഉയരത്തില്ല എന്ന് നിങ്ങൾ കരുതി, ഇനി ഞങ്ങൾക്കൊരു പ്രകാശം കാണാൻ പറ്റത്തില്ല എന്ന് നിങ്ങൾ കരുതി. പക്ഷേ അത്ഭുതകരമാകുന്ന ഒരു കരം തകർന്നു കിടന്ന ആലയത്തിന്റെ കല്ലിനെ എടുത്ത് മൂലക്കല്ലാക്കി വെച്ച് പണി ആരംഭിച്ചതുപോലെ ആരെയൊക്കെയോ പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ പണിതെടുത്തുകൊണ്ടിരിക്കുകയാണ്. 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ 3 വർഷം കൊണ്ടോ 6 മാസം കൊണ്ടോ 1 മാസം കൊണ്ടോ ഒക്കെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരെ പണിതുകൊണ്ടിരിക്കുകയാണ്. ഒരു വഴി കൂടെ പണിയും, മറുവഴി കൂടെ നിനക്ക് വേറെ പണി വെക്കുന്ന ചിലരൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ സ്വർഗം നിന്നെ പണിതുകൊണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ നീ താഴ്ന്ന് കെട്ടിപ്പണിയും. മുകളിൽ നിന്ന് നിനക്ക് ചില പോരാട്ടങ്ങൾ, മുകളിലത്തെ നിലയിൽ നിന്നും ചില പോരാട്ടങ്ങൾ നിനക്കുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ പരിശുദ്ധാത്മാവ് നിന്നെ പണിതെടുത്തുകൊണ്ടിരിക്കുന്നത്. നീ താഴ്ന്ന് കെട്ടി പ്രാർത്ഥിച്ചു പണിയും. അവൻ വശങ്ങളിലൂടെ നിനക്ക് നേരെ സൻബല്ലത്തും തോബിയാവും ഗേശേമേരും ഒക്കെ കയറി വരുന്നുണ്ടെന്നും ബെന്യാമീന്റെ ശത്രുക്കളൊക്കെ കയറി വരുന്നുണ്ടെന്നും ഒക്കെ അറിഞ്ഞിട്ട് തന്നെ
പരിശുദ്ധാത്മാവ് ആമേൻ 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 ബെന്യാമീന്റെ വൈരികളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ പരിശുദ്ധാത്മാവ് ആമേൻ നിന്നെ പണിതെടുത്തോണ്ടിരിക്കുന്നത്. നീ വിശ്വസിക്കേണ്ട ഇത്രയേ ഉള്ളൂ, അപ്പ പണിയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാനുള്ള പ്ലാനും എൻ്റെ യേശുവിൻ്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. കാരണം വചനം പറയുന്നു നോക്കി, അത്ഭുതമല്ലേ, മഹാത്ഭുതമല്ലേ. എന്നാൽ പുരോഹിതന്മാരിലും ലേവ്യരിലും പിതൃഭവന തലവന്മാരിലും മുമ്പിലത്തെ ആലയം കണ്ടിട്ടുള്ള വയോധികന്മാരായ അനേകർ, ആ പണ്ടത്തെ അവസ്ഥ കണ്ടിട്ടുള്ളവർക്ക് ഇപ്പോഴത്തെ അവസ്ഥ കണ്ടപ്പോൾ അത്ഭുതമാ. ഇതിൽ ലേവ്യരും പുരോഹിതന്മാരും വയോധികരും കരഞ്ഞത്, കർത്താവേ നീ പ്രവൃത്തി ചെയ്തല്ലോ എന്നുള്ള സന്തോഷം കൊണ്ടാ കരഞ്ഞേ. പക്ഷെ ഇതുപോലെ വേറൊരു കൂട്ടരുണ്ട്, പണ്ടത്തെ അവസ്ഥ കണ്ടിട്ട് ഇപ്പൊ ഇച്ചിരി മെച്ചപ്പെട്ട് കാണുമ്പോഴേ നെഞ്ചത്തടിക്കുന്ന വേറൊരു കൂട്ടർ. അയ്യോ, ഇതൊക്കെ എങ്ങനെ ഇത്രയും കേറി വന്നു? അങ്ങനെ പറയുന്ന ചില ആൾക്കാരുണ്ട്. പണ്ടത്തെ പോലെ തകർന്ന് 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 മുമ്പിൽ ചെന്ന് കയ്യും നീട്ടി തലയും ചൊറിഞ്ഞ് ഒന്നുമില്ലായ എന്നുള്ള രീതിയിൽ കണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പൊ കർത്താവ് ഇച്ചിരി പണിത് കണ്ടപ്പോ ഇതൊക്കെ എങ്ങനെ കയറി വരുന്നടാ, ആ ചിന്തയുള്ള ചിലരും ഉണ്ട്. പക്ഷെ ഇവിടെ നല്ല ഹൃദയമുള്ളവരാ. ലേവ്യരും പുരോഹിതരും വയോധികരും ഈ ആലയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവരും ഒരു കാലം പ്രവർത്തിച്ചവരും ഒക്കെ ആലയത്തിൻ്റെ പണി കണ്ടപ്പോൾ, തകർന്നു കിടന്നതൊക്കെ പണിയുന്നത് കണ്ടപ്പോൾ, ഞാൻ നിന്നെക്കുറിച്ചാട്ടെ ഈ പറയുന്നത്, താങ്കളെക്കുറിച്ചായി പറയുന്നത്, പണിയുന്നത് കണ്ടപ്പോൾ, പണിയപ്പെടുന്നത് കണ്ടപ്പോൾ, ഉയരുന്നത് കണ്ടപ്പോൾ, ശോഭിക്കുന്നത് കണ്ടപ്പോൾ, കർത്താവ് ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ, പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ, ദൈവം പടിപ്പടിയായി പണിതെടുക്കുന്നത് കണ്ടപ്പോൾ കരഞ്ഞുപോയി. താഴേക്കൂടെ വായിച്ച നിങ്ങൾ കുറച്ചുകൂടെ കരയും. ഉറക്കെ കരഞ്ഞു. മറ്റു പലരും സന്തോഷത്തോടെ ഉച്ചത്തിൽ ആർത്തു. താഴോട്ട് വായിച്ചേ. അങ്ങനെ ജനത്തിൽ സന്തോഷത്തിന്റെ ശബ്ദവും കരച്ചിലിന്റെ ശബ്ദവും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാതെയിരുന്നു. ജനം അത്യുച്ചത്തിൽ ഘോഷിച്ചതുകൊണ്ട് ഘോഷം ബഹുദൂരം കേട്ടു. മക്കളെ, നിന്റെ വീട്ടിൽ നിന്ന് നിലവിളി ശബ്ദമാണോ ബഹുദൂരം ഇതുവരെ കേട്ടിട്ടുള്ളത്? വീടിനകത്തൊരു സമാധാനമില്ല, സന്തോഷമില്ല, സ്വസ്ഥതയില്ല, പ്രാർത്ഥനയില്ല, സ്വൈര്യമില്ല. അസ്വസ്ഥതകളുടെ ശബ്ദം നിങ്ങളുടെ വീട്ടിനകത്തുള്ളതിനെ കൊണ്ട് പലരും പലയിടത്തും കൊടുത്ത് ആ വീട്ടിലെ ശബ്ദം അവരുടെ ശബ്ദത്തിലൂടെ ലോകം മുഴുവൻ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ വചനം പറയുന്നു, ദൈവം പൊളിഞ്ഞ അടിസ്ഥാനം പണിയാൻ തുടങ്ങിയപ്പോൾ സന്തോഷത്തിൻ്റെയും സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും കരച്ചിലിൻ്റെയും, സന്തോഷം കൊണ്ടുള്ള ഘോഷം ബഹുദൂരം കേട്ടു. നിന്റെ വീട്ടിൽ നിന്ന് ഇന്നുവരെ കേട്ടതായിരിക്കത്തില്ല ഇനി മേലാൽ കേൾക്കാൻ പോകുന്നത്. അപ്പ കരം നീട്ടിയാലേ, പണിയുന്ന അപ്പൻ്റെ കരം നീട്ടിയാലേ ഇന്ന് വരെ കേട്ടതായിരിക്കുകയല്ല ഇനി വെളിയിൽ കേൾക്കാൻ പോണേ. കർത്താവ് അടിസ്ഥാനങ്ങൾ അങ്ങോട്ട് ശരിപ്പെടുത്താൻ തുടങ്ങിയാലേ ഇതുവരെ സംഭവിച്ചതല്ല ഇനി മേലാൽ സംഭവിക്കാൻ പോകുന്നത്. ലേവ്യർക്ക് പോലും അത്ഭുതം. പുരോഹിതന്മാർ, ദൈവത്തിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതൻ അത്ഭുതം. ദൈവമേ, നീ വൻകാര്യം ചെയ്തോ പിതാവേ എന്നുള്ള അത്ഭുതം. അവർ കരഞ്ഞു, ജനമാർത്തു. കരച്ചിലിന്റെയും ആർപ്പുവിളിയുടെയും സന്തോഷത്തിന്റെയും ഇരമ്പൽ കൊണ്ട് സന്തോഷം എന്താ, സങ്കടം എന്താ, കരച്ചിൽ എന്താ, ചിരി എന്താ, സ്തുതി എന്താ എന്നറിയാൻ പറ്റാത്ത നിലയിൽ ദേശം സ്തുതിസ്തോത്ര യാഗങ്ങൾ കൊണ്ട് നിറഞ്ഞു. ആ സ്തുതിസ്തോത്രങ്ങൾ ബഹുദൂരം കേട്ടു എന്ന് വചനം സാക്ഷ്യപ്പെടണമെങ്കിൽ അതുവരെ ആ ദേശത്ത് പണി ഉയരരുതെന്ന് പറയുന്ന അന്ധകാര ശക്തികൾ തകരാൻ ഇതിലും വലിയ ഒരു ഉപവാസ പ്രാർത്ഥന വേറെ ഇല്ല. ജനത്തിന്റെ ഘോഷം മതി ആ പണിയെ തടയുന്ന ശത്രുവിനെ തകർക്കാൻ. ആമേൻ. Glory to Jesus. നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ അടിസ്ഥാനം തകർന്നോ?
അപ്പായുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം പണിയാൻ പോവാം. ദൈവത്തിന് വേണ്ടി എടുത്ത തീരുമാനങ്ങൾക്കകത്തൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നുണ്ടോ? അപ്പായുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം പണിയും. നിന്റെ കുടുംബത്തിൻ്റെ അടിസ്ഥാനവും ഇളകി തുടങ്ങുകയാണോ കുഞ്ഞെ? അപ്പായുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം പണിയും. നിന്റെ ജീവിതത്തിൻ്റെ സന്തോഷം കെട്ടുപോകുന്നുണ്ടോ? അപ്പായുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. അടിസ്ഥാനം മാറ്റിയിടും. ദൈവം പണിയും. നിന്റെ ജീവിതത്തിലേക്ക് ആരെങ്കിലുമൊക്കെ നുഴഞ്ഞു കയറി അടിസ്ഥാനത്തിൻ്റെ ഉറപ്പിനെ കെടുത്തുവാണോ? അപ്പായോട് പറയുക, ഇന്ന് വിശ്വസിക്കുക. ഇനി നീ കരയുമെങ്കിൽ അത് ദൈവപ്രവൃത്തിയെ ഓർത്തായിരിക്കും കരയുന്നത്. ദൈവം അത് ചെയ്യാൻ പോവുക. കർത്താവ് അത് ചെയ്യാൻ പോവാട്ടോ. എന്നെ മുമ്പോട്ട് വിടുന്നില്ല ദൈവം. അടുത്തൊരു വചനം വായിക്കാൻ വിടുന്നില്ല. ദൈവം അത് ചെയ്യാൻ പോവാ. നിന്റെ ദുഃഖം മാറി സന്തോഷം ദൈവം നിന്നെ അണിയിക്കാൻ പോവാ. ദുഃഖം മാറി സന്തോഷം കർത്താവ് നിങ്ങൾ അണിയിക്കാൻ പോവാ. നിങ്ങളുടെ തലമുറകളുടെ ഭാവിയൊക്കെ അടിസ്ഥാനമിളകിയതുപോലെ ആയി കിടക്കുകയാണെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? നിരാശപ്പെടുന്നുണ്ടോ? അപ്പായുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. പരിശുദ്ധാത്മാവ് പണിയാൻ പോവാ. നിങ്ങളുടെ സ്വപ്നങ്ങളുടെ അടിസ്ഥാനം പോലെ ഇളകിപ്പോയോ? അപ്പായുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം പണിയാൻ പോവാ. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഇളകിയോ? അപ്പായുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. കർത്താവ് പണിയാൻ പോവാ. ഞാൻ പറയുന്നതൊക്കെ പ്രവചന ശബ്ദങ്ങളാണ്. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. എൻ്റെ ദുഃഖം മാറി നീണ്ട വർഷങ്ങൾ പണിയാതെ കിടന്ന ആലയത്തെ ദൈവം പണിയാൻ തീരുമാനിച്ചപ്പോൾ താഴോട്ട് വായിച്ചാൽ നമുക്ക് ചില അസൂയാലുക്കളൊക്കെ എഴുന്നേറ്റത് കാണാം. അതിലേക്ക് പോകാൻ ഇപ്പോൾ സമയമില്ല. പക്ഷേ ഞാൻ ഇവിടം കൊണ്ട് നിർത്തുകയാണ്. ദൈവത്തിന് നിങ്ങളെ പണിയാൻ ഈ സെക്കൻഡിൽ സാധിക്കും. നിങ്ങൾ വിശ്വസിച്ച് കർത്തൃകരങ്ങളിൽ ഇന്ന് സമർപ്പിക്കുമെങ്കിൽ നിന്റെ അടിസ്ഥാനത്തിൻ്റെ മേൽ ഇനി ഒരു കല്ല് വെക്കത്തില്ലെന്ന് ശത്രു പറഞ്ഞ വാക്കിനെ, നീ തുടങ്ങിയ ചില പണികളെ മുടക്കിയിട്ട്, നീ എടുത്ത ചില തീരുമാനങ്ങളെ മുടക്കിച്ച്, ഇതിൻ്റെ മേളിൽ നീ ഇനി ഒന്നും ചെയ്യത്തില്ലെന്ന് വാദം ചൊല്ലുന്ന ചില ശത്രുവിൻ്റെ ശബ്ദത്തെ, ബലത്തെ പരിശുദ്ധാത്മാവ് ഈ സെക്കൻഡിൽ ക്യാൻസൽ ചെയ്യാൻ പോകുന്നു. പ്രാർത്ഥിക്കുക. In the mighty name of Jesus, mighty name of Jesus. അതിൻ്റെ മുകളിൽ ഇനി ഒരു കല്ല് വെക്കത്തില്ലെന്ന് ഇതിനെതിരെ നിൽക്കുന്ന ചില ശബ്ദങ്ങൾ എൻ്റെ ദൈവം ഈ സെക്കൻഡിൽ ക്യാൻസൽ ചെയ്യാൻ പോവാണ്. ദൈവത്തിൻ്റെ ഹിതം ചില വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവാണ്. നീ കരഞ്ഞില്ലേ അടിസ്ഥാനം തകർന്നതിനെ ചൊല്ലി? പക്ഷെ നീ ഇനി ദൈവം അടിസ്ഥാനം പണിതതിനെ സന്തോഷിക്കാൻ പോവാ. ഇത് പരിശുദ്ധാത്മാവ് ആരോടൊക്കെ അറിയിക്കുന്ന ആലോചനയാട്ടോ. ഇത് ദൈവാത്മാവ് ആരെയൊക്കെ അറിയിക്കുന്ന ആലോചനയാണ്. പലരും വന്ന് നീ കെട്ടി പ്രാർത്ഥിച്ചു പണിത അടിസ്ഥാനങ്ങളെ പൊളിച്ചിടാൻ ശ്രമിച്ചു. പലരും ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറി, പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറി, സഭയിലേക്ക് നുഴഞ്ഞു കയറി, ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറി. വൈരിയുടെ കണ്ണുകൾ നിനക്ക് പ്രതികൂലമായി നോക്കി, വൈരിയുടെ കരങ്ങൾ നിനക്ക് പ്രതികൂലമായി ചെയ്തു, വൈരിയുടെ അധരങ്ങൾ നിനക്ക് പ്രതികൂലമായി സംസാരിച്ചു. പക്ഷേ ഇന്ന് ദൈവാത്മാവ് വിധി മാറ്റാൻ പോവുക. നീ ഇനി പണി കണ്ട് സന്തോഷിക്കും, അടിസ്ഥാനം കണ്ട് സന്തോഷിക്കും. പക്ഷേ എനിക്കിനി ഒരു അടിസ്ഥാനമില്ല എന്ന് പറയുന്ന, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു അടിസ്ഥാനം ഉണ്ടാകത്തില്ല എന്ന് പറയുന്ന ചില വാക്കുകളെ പോലും ദൈവം ഖണ്ഡിച്ചുകൊണ്ട് ഒരത്ഭുതകരമാകുന്ന ദൈവിക പണി ചില കുടുംബങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിന്റെ കുടുംബത്തിനകത്ത് ആരും കയറി വന്ന് ഒരു സമാധാന വാക്കുപോലും പറയാനില്ലാതിരിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, അതിനകത്തേക്ക് കയറി വരുന്നൊരു ദൈവശബ്ദത്തെയാണ് നീ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ശബ്ദത്തിന് നിന്റെ വീട് പണിയാൻ കഴിയും. ഈ ശബ്ദത്തിന് തകർന്നുപോയ നിന്റെ ജീവിതം പണിയാൻ കഴിയും. ഈ ദൈവശബ്ദത്തിന് പ്രതീക്ഷയറ്റുപോയ നിന്റെ ജീവിതത്തിന് പ്രതീക്ഷകൾ കൊണ്ടുവരുവാൻ കഴിയും. വിശ്വസിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ അവർ ദൈവശബ്ദത്തിന് നേരെ പ്രതികരിച്ചു തുടങ്ങാം. ഈ ദൈവ സാന്നിധ്യത്തിന് നേരെ പ്രതികരിച്ചു തുടങ്ങുക. അത്യത്ഭുതമാകുന്ന ഒരു പണിയപ്പെടൽ, അത്യത്ഭുതമാകുന്ന ഒരു ദൈവകൃപ, അത്യത്ഭുതമാകുന്ന ഒരു ദൈവശക്തി യേശുവിന്റെ നാമത്തിൽ തകർന്നു കിടക്കുന്ന അടിസ്ഥാനങ്ങളിലേക്ക് വരികയാണ്. ശത്രു വാക്കുകൊണ്ടും ദൃഷ്ടി കൊണ്ടും പ്രവൃത്തി കൊണ്ടും തീ വെച്ച് ചുട്ടുകളഞ്ഞ്
ഒരു യെരുശലേം നഗരത്തെ പണിതെടുത്തതുപോലെ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഒരത്ഭുതകരമാകുന്ന ദൈവകരം ചില തകർന്നു കിടക്കുന്ന അടിസ്ഥാനങ്ങളെ പണിതെടുക്കുകയാണ്. റാംസറ്റോന റെൻറ്റനോസെ മാന്റനേഗോ സെഡെൻമാലിയ റോഗോസിറ്റൽ മാർഗലീറ്റൈ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് എന്നോട് പറയുന്നു, മാർഗ തടസ്സങ്ങൾ മാറി പുതുവഴികൾ ഒരുങ്ങാൻ പോവാ. കർത്താവ് നിനക്ക് പുതുവഴികൾ തുറക്കുന്നു. ദൈവം നിനക്ക് പുതിയ അടിസ്ഥാനങ്ങൾ ഇടുന്നു. യേശുവിന്റെ നാമത്തിൽ നാമത്തിൽ നാമത്തിൽ. ഈ അടിസ്ഥാനം തകർന്നതാണെന്നും ഈ വ്യക്തി തകർന്നതാണെന്നും ഇനി ഈ വ്യക്തി പണിയപ്പെടത്തില്ലെന്നുമൊക്കെ മനുഷ്യനങ്ങ് വിധിച്ചു തള്ളുമ്പോ ആ തള്ളിയെടുത്തുനിന്ന് ദൈവം നിന്നെ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങും. ആമേൻ. ഒരു പണിയും പെട്ടെന്ന് നടക്കാത്തത് നല്ലതാ. നീണ്ട വർഷങ്ങൾ പണി ഏറ്റെടുക്കാൻ ആരുമില്ലാതെ കിടന്ന യെരുശലേമിലേക്ക് ദൈവ അഭിഷിക്ത ഗണങ്ങളെ അയച്ചത് അവർക്ക് അധികം സന്തോഷിക്കാൻ കാരണമായി തീർന്നതുപോലെ നിന്റെ വിഷയങ്ങൾക്ക് ഇതുവരെ പരിഹാരം കിട്ടാതിരുന്നത് നല്ലതാണെന്ന് പറയുന്നൊരു സമയം വരുന്നു. അതുകൊണ്ടാണ് ഇത്രയും സന്തോഷിക്കാൻ എനിക്ക് കഴിഞ്ഞതെന്ന് നീ പറയുന്നൊരു സമയം വരുന്നു. In the name of Jesus, in the name of Jesus. നീ അത് പറയും, ഞാൻ വ്യക്തമായി പറയോട്ടെ, അങ്ങനെ പറയുന്നൊരു സമയം വരുക. ഇന്നലെ ചോദിച്ചു ഇന്ന് കിട്ടിയെങ്കിൽ എന്ത് അതിശയോക്തി. ഇന്നലെ ഉപവസിച്ചു ഇന്ന് മറുപടി കിട്ടിയെങ്കിൽ എന്തൊരു മഹിമ, എന്തൊരു പ്രത്യേകത. എന്നാൽ നീണ്ട നാളുകൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് ചോദിച്ചിട്ട് സസ്പെൻസായിട്ടും സർപ്രൈസായിട്ടും നിനക്ക് കർത്താവ് കരങ്ങളിൽ കൊണ്ടു തന്നാൽ നിനക്ക് സന്തോഷിക്കാൻ എത്ര വകയുണ്ട് സുഹൃത്തെ. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഈ പ്രവചന ശബ്ദം ഭയങ്കരമാകുന്ന ഷാർപ്നെസ്സോടുകൂടെ ചില വ്യക്തികളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് തൊടുക, നിന്നെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുക. ചില കുടുംബങ്ങളുടെ അടിസ്ഥാനങ്ങൾ പണിയപ്പെടുന്നു. വ്യക്തികളുടെ സ്വഭാവത്തിന് തന്നെ അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയത് ദൈവം കൈകൊണ്ട് തൊടുക. Holy name, holy name. Siam teri sheriabo rema selki abazi shego dheniam tude lamzido. Oh shahbagaye, I love you God. കർത്താവേ, ഞാൻ ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ജനത്തെയും അവിടുന്ന് സ്പർശിച്ച അങ്ങയുടെ സ്നേഹത്തിനും അങ്ങയുടെ പ്രവൃത്തിക്കുമായി ഞാൻ നന്ദി പറയുന്നു. കർത്താവിൻ്റെ മഹത്വം ഈ ജനത്തിൻ്റെ മേൽ വർദ്ധിപ്പിക്കണമേ. ഇവരെ ദൈവം സഹായിക്കണമേ, ശക്തീകരിക്കണമേ. ഇന്ന് കേട്ട വചനം ഇവരുടെ ജീവിതത്തെ അടിമുടി പണിയുവാൻ സർവശക്തനായ ഞങ്ങളുടെ ദൈവം കൃപ ചെയ്യണമേ. ഞാൻ ഇവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ട സുഹൃത്തെ, ഞങ്ങളുടെ ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണമേ. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും ഈ ശുശ്രൂഷ ഈ ചാനലിൽ നടത്തപ്പെടുന്നു. നിങ്ങൾക്ക് എല്ലാ ദിവസവും ജോയിൻ ചെയ്യാം, ദൈവവചനം കേൾക്കാം, ക്രിസ്തുവിൽ നിങ്ങൾക്ക് വളരാം. ദൈവം നിങ്ങളെല്ലാവരെയും ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഈ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ ഞങ്ങൾ അറിയിച്ചാട്ടെ. ഞങ്ങൾക്കത് വളരെ സന്തോഷമാണ്. ഒപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ ശുശ്രൂഷയ്ക്കും അത് വളരെ അനുഗ്രഹമായി തീരും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാ ദിവസവും ജോയിൻ ചെയ്യാൻ മറക്കാതിരിക്കേണ്ടതിന് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. ദൈവം നിങ്ങളെ ബ്ലസ് ചെയ്യും, അനുഗ്രഹിക്കും, ആശീർവദിക്കും. അടുത്ത ദിവസം തമ്മിൽ കാണുന്നത് വരെ കർത്താവിൻ്റെ ചിറകടിയിൽ ദൈവം നിങ്ങളെല്ലാവരും സൂക്ഷിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.